ഇനി മലപ്പുറം കാളികാവിലേക്ക് പോയാൽ അവിടെ ടാപ്പിംഗ് തൊഴിലാളി ഗഫൂറിനെ കൊന്ന കടുവയെ 10 ദിവസമായിട്ടും പിടികൂടാനായിട്ടില്ല. കടുവയുടെ സഞ്ചാരപഥം മനസ്സിലാക്കി 3 ഇടങ്ങളിലാണ് കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കടുവയുടെ ദൃശ്യം പതിഞ്ഞ കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് C1 ബ്ലോക്കിൽ കൂട് സ്ഥാപിച്ചു. സൈലന്റ് വാലി പ്രദേശങ്ങളോട് ചേർന്നാണ് കടുവ നിലയുറപ്പിച്ചിരിക്കുന്ന മേഖല എന്നതും ഇവിടുത്തെ ചെങ്കുത്തായ ഭൂപ്രകൃതിയും കൊടുംകാടും ദൌത്യത്തിന് വെല്ലുവിളിയാണ്. CV അനുമോദ് മലപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനുമോദ്, ഈ ചെങ്കുത്തായ ഭൂപ്രകൃതി, കൊടുംകാട്, ഇതൊക്കെ വില്ലനായി നിൽക്കുന്ന സാഹചര്യമാണ് ഈ ദൌത്യത്തിന്. പക്ഷെ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരുടെ സാഹചര്യം ആലോചിച്ച് നോക്കൂ. അവരുടെ കൂട്ടത്തിൽ ഒരാളെ കടുവ കടിച്ചു കീറി കൊന്നു തിന്നിട്ട് 10 ദിവസം പിന്നിടുകയാണ്. ദൌത്യം അവിടെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഒന്ന് വീടിന് വെളിയിലേക്ക് പോലും മനസ്സമാധാനത്തോടെ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം. ഈ കടുവ എവിടെയാണ്, എങ്ങനെ, എപ്പോ പിടിയിലാകും, അവർക്ക് ആശ്വാസകരമായി എങ്ങനെ ഇനി ഏത് ദിവസം മുതൽ ഒന്ന് ജീവിച്ചു തുടങ്ങാൻ കഴിയും എന്നുള്ള ആശങ്കയൊക്കെ അവിടെ ശക്തമായി നിലനിൽക്കുകയല്ലേ? എന്താണ് ഈ ദൗത്യം ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ പ്രദേശവാസികളുടെയൊക്കെ ഒരു പ്രതികരണം? പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. 2 പഞ്ചായത്തുകളിലായിട്ട് ഇത്രയും അധികം 2 പഞ്ചായത്തുകൾ മലപ്പുറം ജില്ലയിൽ ഏറ്റവും വലിയ 2 പഞ്ചായത്തുകളിലാണ് കരുവാരക്കുണ്ടും കാളികാവും. ആ പഞ്ചായത്തുകളായിട്ട് 10ഓളം വാർഡുകളിലെ ആളുകളാണ് ഇപ്പോൾ ഈ ഒരു കടുവാ ഭീതിയെ തുടർന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഉപജീവനത്തിന് പോകാൻ കഴിയാത്തൊരവസ്ഥയിലുള്ളത്. ഈ ദിവസങ്ങളിലൊക്കെ വനം വകുപ്പ് അവർക്ക് കഴിയുന്ന രീതിയിലെല്ലാം ഈ ഒരു ശ്രമത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സാധ്യമായതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മേഖലകളിലൊക്കെ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കുന്നു. കടുവയെ എവിടെ കണ്ടു എന്ന് പറഞ്ഞാൽ അവിടെ എത്തി പരിശോധിക്കുന്നു. വരാൻ സാധ്യതയുള്ളിടത്തെല്ലാം കൂടുവെക്കുന്നു. ലൈവ് ക്യാമറകൾ സെറ്റ് ചെയ്യുന്നു. അതുപോലെ ചെങ്കുത്തായ, നമുക്ക് പോകാൻ ദുഷ്കരമായ മേഖലകളിൽ പോലും കടന്നു ചെന്ന് തെരച്ചിൽ നടത്തുന്നു. അപ്പോൾ സാധ്യമായതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും കടുവയെ പിടികൂടുക എന്നത് മാത്രം ഇപ്പോഴും ആ ശ്രമങ്ങൾ മാത്രമായിട്ട് അവസാനിക്കുകയാണ്. അത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ഒരു മേഖലയിലെ ആളുകളൊക്കെ തന്നെ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട കൃഷി ജോലികളും അതുപോലെ റബ്ബർ ടാപ്പിങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവർക്കൊക്കെ ഈ കടുവ പേടി കാരണം രാവിലെയും വൈകുന്നേരവും ഒന്നും ജോലിക്ക് പോകാനോ ജോലി കഴിഞ്ഞ് വരാനോ സാധാരണഗതിയിൽ അതിരാവിലെയാണ് റബ്ബർ ടാപ്പിങ്ങിന്റെ സമയവും ഉണ്ടാവുക. മാത്രമല്ല ഈ പണിക്ക് പോയി വരുന്നവരൊക്കെ 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം എന്നുള്ളതും ഈ സാഹചര്യത്തിൽ അധികൃതർ മുന്നറിയിപ്പായിട്ട് നൽകുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഉപജീവനം തന്നെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ വലിയ പ്രക്ഷോഭങ്ങൾക്ക് വരും ദിവസങ്ങളിൽ ഈ മേഖല സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ കൂടിയാലോചനകളൊക്കെ ആ മേഖലയിൽ പുരോഗമിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ആഴ്ച, ഈ ദിവസങ്ങളിൽ കൂടി വനംവകുപ്പിന്റെ ദൗത്യം ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക. എന്നാണെങ്കിലും വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥയും ഭൂപ്രകൃതിയും എല്ലാം അവിടെ ആ മിഷന് വലിയ തടസ്സമാകുന്ന സാഹചര്യമാണ് എന്നുള്ളതാണ് ആ മേഖലയിലെ ഒരു യാഥാർത്ഥ്യം. തീർച്ചയായും അതാണ്. ദൗത്യം 10 ദിവസം പിന്നിടുമ്പോഴും ദൗത്യസംഘം ഊർജ്ജസ്വലമായി അവരുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഭൂപ്രകൃതി അത്രത്തോളം വില്ലനായി നിൽക്കുന്ന സാഹചര്യമാണ്. എന്നാൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് ഈ ദൗത്യസംഘം മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പക്ഷേ ഈ ദൗത്യം വിജയകരമാക്കാൻ നിർഭാഗ്യവശാൽ സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ ദുരിതപ്പെയ്ത്തു കൂടിയായ സാഹചര്യത്തിൽ ഈ ദൗത്യവും കൂടുതൽ ദുഷ്കരമാകും എന്നുള്ളതാണ് സാഹചര്യം. നമുക്ക് മറ്റു വാർത്തകൾ നോക്കാം. അതിനു മുമ്പൊരു ചെറിയ ഇടവേള.